അച്ഛനായ സന്തോഷത്തിൽ കൊടുത്തൊക്കെ ലഡു എല്ലായിരിക്കും. ശേഷം ഓക്കെ അല്ലേ? ഒട്ടിക്കാനും അറിയില്ലേ? അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പശ ഉണ്ടായില്ലേ? കൊറേ കാറ്റ് വേണം. ഇതിൽ കൊറേ കാറ്റ്, എൻ്റെ കാറ്റ് പോകുന്ന തോന്നി ഇത് തീരുമ്പോൾ. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ആ ഗുഡ് ന്യൂസ് അറിയിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ അതാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന്. പോയില്ല, ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കലാന്ന്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കോളം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളുടെ വണ്ടിയിലാണ് ഒന്ന് എടുത്തിട്ട് വേഗം പോകണം. ഞാൻ ഇന്നലെ രാത്രി ലേറ്റായിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിന് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. സായിജും രേഷ്മേൻ്റെ അമ്മയും അവിടെ ഉണ്ട്. ബാക്കി നമ്മളിങ്ങോട്ടേക്ക് വന്നതിന് കുറച്ച് ലേറ്റായിട്ട്. ഇനിയിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കലാന്ന്. ബാക്കി അൻവിക്കിന്ന് സ്കൂളിലുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോൾ അവർ സ്കൂളിലേക്ക് വിട്ടപാട് നേരെ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതാണ്. ബാക്കി വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്താണ് അവസ്ഥ കാര്യങ്ങൾ എന്നെല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഉള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിന്. അതിനകത്ത് എല്ലാവരും പ്രാർത്ഥനയും ആശംസകളും എല്ലാം കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മളെ ഈ വീട്ടിൽ നടക്കുന്ന സന്തോഷകരമായ നിമിഷം നിങ്ങൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അറിയിക്കും. എന്ത് വിശേഷം ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കലുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങളും നമ്മളെ പോലെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കണ്ട് ഭയങ്കര സന്തോഷം അതെല്ലാം കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ, ലേറ്റാക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒന്നും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മാത്രമേ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കിയെല്ലാം പറയട്ടെ. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയേട്ടാ. എത്തുമ്പോഴത്തേക്ക് ആൾറെഡി എത്തി. എല്ലാം എടുത്തു വെച്ചാൽ ഇനി പിന്നത്തേക്കോ എല്ലാ സാധനം അങ്ങോട്ടേക്കും ഉണ്ടോ റൂമിലേക്ക്. ഇന്നലെ വണ്ടിയിൽ നിന്ന് എല്ലാ സാധനവും ഇറക്കിയിട്ടില്ലേനും കേട്ടോ. അപ്പോൾ രാവിലെ അല്ലേ എന്നാ പറയാം. എന്നാന്ന് ഒരു എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പറ, ക്ഷീണമൊന്നുമില്ല. അയക്കത് എനിക്കല്ല, ഓക്ക്. അപ്പുറത്തെ ആ റൂമിൽ വെച്ചേ, സ്റ്റോർ റൂമിൽ വെച്ചേ. ഇവിടെ ഉറക്കാട്ടെ. ഉറങ്ങിക്കോ. ഗ്ലൂക്കോസ് പകുതിയായില്ല അല്ലേ? മാസ്കിലിട്ട് ചാവുന്നു. വേഗം വരണേ പ്രസവിച്ചിട്ട്. എല്ലാവരോടും ഞാൻ പ്രസവിച്ചിട്ട് വരാന്ന് പറഞ്ഞേ. തിരിച്ചു വരുമ്പോ കേട്ടമ്മേ. ഇത് വീഴ്ത്തമ്പരി എനിക്ക് പ്രവേശനമുള്ളൂ. എന്നാ ബോർഡ് നോക്കി പോവാ. കേട്ടില്ല. അപ്പോൾ അവളെ അങ്ങ് റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ടുണ്ട്. സമയം ആയില്ല. ഇപ്പം സമയം 8 മണി ആവുന്നേ ഉള്ളൂ. 8 മണിയായാ? ഇപ്പോൾ 8 മണിക്ക് ഇപ്പോൾ 8 മണി കറക്റ്റായിട്ടേ ഉള്ളൂ. 9 മണിക്കാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കൂട്ടി വരില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി നമ്മളോട് പുറത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 9 മണിക്ക് ശേഷം പ്രസവം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരും. അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. നീ ചായം കുടിച്ചിട്ടാണ്? അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ആവും. അപ്പോൾ വീട്ടിൽ നിന്ന് അവരെല്ലാം വിട്ടെന്ന് പറഞ്ഞിട്ടിപ്പം വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ എത്തും. ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാവരും എത്തും. അപ്പോൾ വെയിറ്റ്. ഒരു 9 മണിയാകുമ്പോഴേക്കാണ് ഡെലിവറി ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടൈമാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ ബാക്കി ടീംസ് എത്തിയിട്ടുണ്ട്. ഇറങ്ങാനായിട്ടില്ലേ? എന്നാ പിന്നെ ഓടണ്ടേ? പിന്നെ നിങ്ങൾ വരാണ്ട് പ്രസവിക്കൂലെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കലാണ്.
ആയില്ല 9 മണിക്കെന്ന് പറഞ്ഞോ 9 മണിക്ക് എത്ര 10 മിനിറ്റില്ലേ ചേട്ടി ഏട്ടി കൊടുത്തു ഏട്ടി കൊടുത്തു ഏട്ടൊക്കെ എക്സാം ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത എക്സാം ആയിപ്പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏട്ടിന്ന് ലീവാക്കിയാണ് അല്ലേ അല്ലേ ഓനെ കുറച്ച് നേരത്തെ കൂട്ടാം കഴിഞ്ഞ പാടെ നമുക്ക് കൂട്ടാം സമയം ഏകദേശം 9 മണി പറഞ്ഞിട്ട് 9 മണിക്ക് ഇനി 1 മിനിറ്റും കൂടിയേ ഉള്ളൂ 9 മണിക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെയാണ് അവർ അതാ പറഞ്ഞാലും 9 മണിക്ക് കറക്റ്റ് 9 മണിക്ക് ഉണ്ടാവില്ല എനിക്കെങ്ങനെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലേന്ന് ഡോക്ടർ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകായി പുറത്തിറങ്ങാൻ ഉള്ളിൽ കയറിയില്ല ഡോക്ടർ ഇപ്പം വരുന്നേ ഉള്ളൂ ഇവിടെ ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് ക്ലിയർ കുറവുണ്ട് അല്ലേ ലൈറ്റിൻ്റെ എന്നാലും സാറില്ല ഉള്ള ലൈറ്റിൽ നമുക്ക് മനോഹരമാക്കാം നമ്മൾ എല്ലാവരും യേശു പോവാം അങ്ങനെ ഓടിപ്പിടിച്ച് മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് ഡോക്ടറോട് എനിക്ക് പറയാൻ പറ്റുമോ ഡോക്ടറെ വേഗം വന്നിട്ട് കയറിയെന്ന് ഡോക്ടറുടേതായ ടൈമിങ്ങിലുണ്ട് പറഞ്ഞത് ഞാൻ 9 മണിക്ക് എത്തുമെന്നാണോ 9 മണിക്ക് 9 മണിക്ക് ചെയ്യൂന്നാണോ 9 മണിക്ക് എത്തുമെന്നാണോ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഡോക്ടർ എത്തിയിട്ടുണ്ട് ഉള്ളിലുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ പുറത്ത് സജ്ജമാണ് ഇനി സജ്ജമാണ് അപ്പം നമ്മൾ എന്തോ കാര്യമായിട്ട് പറയാൻ മതിയാണ് നോക്കുമ്പോൾ അടുത്ത് പറയാം റൂമല്ല അത് നമുക്ക് ആ റൂം അറേഞ്ച് ചെയ്യൊന്നും വേണ്ട അല്ലേ റൂമൊന്നും അറേഞ്ച് ചെയ്യണ്ട നമുക്ക് എന്നാ ആക്കണ്ടപ്പാ എന്താ പറഞ്ഞ ഇത് എച്ചോട്ട് അറിഞ്ഞാ നീ എന്തെങ്കിലും ഇപ്പൊ ഡോക്ടർ ശരിയാക്കിയെന്ന് അല്ലേ നിന്റെ ഫാർമസിന്ന് ലേറ്റോ പോകട്ടെ ബാക്കി എല്ലാവരും പങ്കുട്ടി അല്ല ഇവർ ആൺകുട്ടിന്നേരും പോലും പറഞ്ഞ അമ്മ പറഞ്ഞ എന്നാ അമ്മ ഇപ്പം വരും ഇങ്ങനല്ലേ എപ്പാടാ വരുന്നത് മാമനായിട്ട് കേട്ടാ കേട്ടാ നീ എപ്പാ വരുന്നത് നീ ആരാന്ന് ഇനി മാമൻ കേട്ടാ കാണിച്ചില്ലേ ഇപ്പൊ കാണിക്കും എന്നാന്നും പറഞ്ഞിട്ട് പോയതിനേ ഉള്ളൂ കുട്ടീനെ കാണിച്ചില്ല നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന് അപ്പോൾ ഇപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തിങ്ങനെ കാത്തുക്കലാണ് ലാബിലേക്ക് ബ്ലഡ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞു ലേശൂടി നീ കൊണ്ട് കൊടുത്തിട്ട് വരും അല്ലെങ്കിൽ ഞാൻ പോയ സമയത്തായിരിക്കും കുട്ടീനെ കാണിക്കുക അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന് കുട്ടി എന്നാന്ന് പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ കുട്ടീനെ കാണിച്ചു തന്നില്ല അപ്പോൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലാബിലേക്കെല്ലാം ബ്ലഡ് കാണിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു അപ്പോൾ രേശുവിൻ്റെ അടുത്ത് കൊടുത്തു വിട്ട് ഞാനെടുത്ത് തെറ്റുമ്പോഴേക്കും കുട്ടീനെ കാണിക്കുമോ പിന്നെ എന്താണ് ഫസ്റ്റ് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല രേശുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലാട്ടാ കുട്ടീനെ കണ്ടില്ല നമ്മൾ ലാബിൽ പോയിട്ട് വന്നാ എല്ലാം കൊടുത്തിനാ ലാബിൽ തന്നെ അല്ലേ കൊടുത്തിന് ബ്ലഡ് കൊറേ വന്നും പോയും ഉള്ള പരിചയമുള്ള ആളോട് ഇതവിടെ വെച്ച് ഇത് വയ്യ ലാബിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് റിസൾട്ട് അവർ പെട്ടെന്നുള്ള ഇത് കാണിച്ചില്ല കാണിക്കുമ്പോൾ നമുക്ക് കൊടുക്കാം ലഡു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് എടാ ഫസ്റ്റ് നീ സിസ്റ്റർക്ക് കൊടുക്കണോ പോയി കണ്ടൂടെ ഉണ്ടോ ഓക്കെ ഇങ്ങോട്ടെടുക്കോ ഇങ്ങോട്ടെടുക്കണ്ട രാവിലെ ബെറ്റ് വെച്ചു പെൺകൊച്ചന് രാവിലെ നീ എങ്ങനെ ഞാൻ അറിഞ്ഞു എല്ലാരും അതാ പറയുന്നത് എല്ലാരും കേൾന്നാ പറഞ്ഞേ കൊറേ കൂടുതൽ എന്റെ കയ്യിൽ നഖമില്ല മാതി പറ്റുന്നില്ല
ഇത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് അവിടെ കിടത്തോളൂ. നിങ്ങൾ കാണിച്ചു തരും. നമ്മളങ്ങനെ കുട്ടീനെ കണ്ട് പുറത്തിറങ്ങിയേ. കുട്ടീനെ കണ്ടേ തുണിയും കാര്യങ്ങളും എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് സാധിച്ചു. ഇവിടെ ഇപ്പം ഇങ്ങോട്ടേക്ക് തുണി എടുക്കാൻ വേണ്ടി വേണ്ടിട്ടുള്ളൂ കേട്ടാ. എടുത്താ എല്ലാം എടുത്താ? ആ അത്രയോ ഉണ്ട്. എന്നാണ്ട് അത് കൂട്ടിലേക്ക് വരും. ഓളെ ഇപ്പൊ കാണിക്കൂ. ഓളെ കാണിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് മാറ്റും. അങ്ങനെ കുട്ടീനൊക്കെ എടാ വിജയശ്രീ ലാളിതനായിട്ട് നീ ഇങ്ങനെ ഓടുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുട്ടീനെല്ലാം കണ്ട് പിന്നെ കുട്ടി ഏതാന്ന് പറഞ്ഞല്ലോ പെൺകുട്ടി. കുട്ടീനെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഓക്കെയാണിപ്പോൾ. വേറെന്താ പറയുക, ഹാപ്പി ഫുൾ ഹാപ്പി. അങ്ങനെ എല്ലാവരും കമൻറ്റിൽ ആൾക്കാർ 90% ആളും പറഞ്ഞ സെയിം സംഭവം തന്നെ സംഭവിച്ചു. അല്ലേ? ഒരു 90% ആൾക്കാരും പറഞ്ഞ സത്യം. നിങ്ങളെല്ലാവരും കമൻറ്റ് പറഞ്ഞ പോലെ തന്നെ രണ്ട് വികൃതിരാകുമ്പോഴക്കിടയിൽ ഒരു പെങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ സംഭവം തന്നെ ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി രേഷ്മേനെ കണ്ടില്ല കേട്ടോ. ഇനി ഓളെയും കൂടി ഒന്ന് കാണണം. ഓളെ ഒന്ന് കണ്ടതിന് ശേഷം റൂമിലേക്ക് ഓളെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടീനെ അതുപോലെ തന്നെ അത്ര അരമണിക്കൂർ എങ്ങാനോ ചൂട് കൊള്ളണം. അപ്പോൾ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൈമത്തിരുന്ന് പറഞ്ഞു. രണ്ടാളും ഓക്കെയാന്ന്, വേറെ പ്രശ്നമൊന്നുമില്ല. കുട്ടി ഓക്കെയാന്ന്, വിചാരിച്ച പോലെ എല്ലാം ഓക്കെയാന്ന്. വരുന്ന വല്യമ്മ എന്നാ ഓളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഞാൻ ക്യാമറ ഓഫാക്കുന്നേ ഇല്ല, ഞാൻ ഓട്ടാന്ന്. ഓളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം ഓക്കെ അല്ലേ? ഇപ്പൊ ചേച്ചിക്ക് വേദനയൊന്നും അറിയത്തില്ല. ഒരു 6 മണിക്കൂർ ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി ഇപ്പൊ തരാം. കുഞ്ഞുവാവനെ കൈ കിട്ടി കഴിയുമ്പോ 2 മണിക്കൂർ കൂടുമ്പോ പാൽ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണം കേട്ടോ. അപ്പൊ നൈറ്റ് എന്നാ ശരി, ഉള്ളിലോട്ട് മാറ്റുക കേട്ടോ. നമ്മളുണ്ട് ഭാവി ഉഷാർ അടിപൊളി കേട്ടോ. അടിപൊളി NIC ഒബ്സർവേഷനിലായിരിക്കും 2 മണിക്കൂർ. ടെൻഷൻ ആവണ്ട. ഇങ്ങനെ കഴിഞ്ഞ ഹാപ്പി ആയിട്ടിരിക്കണം. കഴിഞ്ഞില്ലല്ലോ. യച്ചൂട്ടൻ ആരെയും വെച്ചിട്ടാ അവനെ കണ്ടില്ലേ നീ? ൊന്നും മനസ്സിലായി. യച്ചൂട്ടനൊന്നും തിരിഞ്ഞില്ല ഇതുവരെ. നമുക്ക് വാവ വന്ന് ഏമ കരഞ്ഞിട്ട് സങ്കടമായത് യച്ചൂട്ടിന്. മേമേന്റെ വാവേനെ എടുത്ത് വയറുന്നു. ചിലപ്പോ റൂമിന്ന് മാറ്റുമായിരിക്കും. അച്ഛനായ സന്തോഷത്തിൽ കൊടുത്തൊക്കെ ലഡു എല്ലായിരിക്കും.
കൈ കൊടുക്കാം. ചേട്ടാ എങ്ങനെയുണ്ട്? കുറവുണ്ടാ? അതിനുണ്ടാ? എന്നാ ശരിയാ. അനക്ക് മാത്രം ലഡു തന്നിട്ടില്ല. അവിടെ ഇവിടെ ഇരിക്കും. എച്ചൂട്ടിനുണ്ട് ലഡു, എച്ചൂട്ടിനുണ്ട്. അച്ഛനായ മധുരം കൊടുക്കുന്നവൻ. എന്നാല് അവര് കുട്ടീനെ നമുക്ക് കൈമ്പോൾ തന്നില്ല കേട്ടോ. കുട്ടീനെ തരുമ്പോഴത്തേക്ക് നമുക്ക് റൂമിൽ നിന്ന് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ നോർമലി വന്നപാട് ഇന്നലെ തൽക്കാലത്തേക്ക് എടുത്ത റൂമായത്. അപ്പോൾ ഇനി നമുക്ക് കുട്ടീനെ അമ്മേനെ വരുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം നമ്മളെ മെയിൻ റൂമിലേക്ക് മാറ്റണം. അപ്പോൾ സാധനങ്ങൾ എടുക്കുന്ന കുട്ടീനെ വാങ്ങാനുള്ളതാട്ടോ ഇത്. അത് ഇപ്പം അങ്ങോട്ടേക്ക് എടുത്തിട്ട് പോകണ്ടേ? കുട്ടീനെ തരുമ്പോൾ ഇല്ലല്ലേ തരുവാ? വാങ്ങണം. ഇല്ലാതല്ലേ മേടിക്കണ്ടേ? തുറന്നിട്ട് ആള് കയറും. താഴത്തെ റൂമിൽ നിന്ന് നമ്മളെല്ലാം എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് നടന്നുകൊണ്ട് നിൽക്കലാട്ടാ. സായിജ് അവിടെ തന്നെയുള്ള കുട്ടീനെ നമ്മളെ കൈമിൽ തന്നില്ല. അപ്പോൾ കുട്ടീനെയും അമ്മേനെയെല്ലാം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് റൂമെല്ലാം ഒന്ന് റൂമിലേക്ക് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എച്ചൂട്ടനെ പ്രസവിക്കുമ്പോൾ അതേ റൂം തന്നെയാട്ടാ നമ്മൾ എടുത്തിന്. നല്ല മഴയാട്ടാ. പിന്നെ ഓൻ്റെ റൂം ചെറുതായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മളെ എച്ചുവെല്ലാം വരുന്ന സമയത്ത് ഇട്ട് അതേ റൂമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം കൂടി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഓനൊരു വിഷമാവില്ല. ഓള് ഫസ്റ്റ് ആയിട്ടുള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നല്ല ബലൂണെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് ആ റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അത് ബലൂണ് മേടിക്കാൻ വേണ്ടി വന്നിട്ടല്ല കേട്ടോ നമ്മൾ. ഈ മിക്സ് ആയിട്ടുള്ളൊരു ബലൂൺ ഉണ്ടോ വേറെ? ഞാൻ കൊറേ പൊന്തിച്ചേട്ടാ മടുത്ത്. അത് അഞ്ചെണ്ണം പൊന്തിച്ചില്ലേ? എനിക്ക് വിശക്കുന്നത് പോകുന്നില്ല. ബേബി ഗേൾ എന്നുള്ള ബലൂണിന് വേണ്ടിയിട്ട് കുറേ ഓടി കേട്ടോ. പക്ഷെ അത് കിട്ടിയില്ല. എനിക്ക് തൽക്കാലം ബേബി ഗേൾ എന്നുള്ള വേറെ ഒരു സാധനം ഇത് ഭാഗ്യോർക്കും പൊട്ടുവോ? ബേബി ഗേൾ എന്നുള്ള കൊണ്ട് അയച്ചോട്ട് എടുത്തിട്ട് വാ. ബലൂൺ എടുത്തിട്ട് വാ. എല്ലാ ബലൂണും എടുത്ത് കൊണ്ടതാ അച്ഛനെ. ഓടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ബലൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. ഒരു സ്ഥലത്ത് 3 ഒട്ടിക്കണ്ടേ? അല്ലോ വേർതിരോ ആ അടുത്തെടുത്തിരോ. രേഷ്മയിൽ കയറി വരുമ്പം തന്നെ ബേബി ഗേൾ എന്ന് കാണണോ? അതിന് വേണ്ടിയിട്ട് ഒട്ടിക്കാൻ പോയി. അയച്ചൂടാ വേഗം എടുത്തിട്ട് വാ. ഒട്ടിക്കാനും അറിയില്ലേ? ഒട്ടിക്കണ സാധനം രണ്ട് ഒട്ടിക്കണേ. അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പശി ഉണ്ടായില്ലേ? പശിയുണ്ടാ? അവര് വരുമ്പോഴത്തേക്ക് നീ ഒട്ടിക്കോ? ആ ഡോർ മറ്റേ ഇത് ഒട്ടിക്കണ്ടേ ബേബികളെ? ആ ഡോറ് തുറന്നേ. പുറത്ത് മഴയുണ്ടെന്ന് നോക്കട്ടെ. ഒട്ടുന്നില്ലേ? ഇല്ല, നല്ല വ്യൂ കേട്ടാ. അതേ വണ്ടി കാണാം. ഇത് നമുക്ക് അടിയാ. അല്ലോ മാറി പോകണ്ടേ? ഇത് രേഷ്മ കയറി വരുമ്പോൾ ഇവിടെ കണ്ടോട്ടല്ലേ? ആ ഗേൾ പുറത്തെ ഡോറുമില്ലെന്ന് ഒട്ടിച്ചാലോ? പുറത്തൊന്നും ഒട്ടിച്ചോ? അതെന്തൊക്കെയാ? ഇത് മേടിച്ചിട്ട് നോക്കും ഇതിനകത്ത് ഊതാനുള്ള കുഴലില്ല. മേടിച്ച കടയിൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫ്രൂട്ടി പോയി മേടിച്ചിട്ട് വന്നു ഇത് ഊതാൻ വേണ്ടിയിട്ട്. കുറേ കാറ്റ് വേണം. ഇതിൽ കുറേ കാറ്റ്, എൻ്റെ കാറ്റ് പോകുന്ന തോന്നി ഇത് തീരുമ്പോൾ. അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കാം. നമ്മളൊന്ന് താഴോട്ടേക്ക് പോട്ടെ. എന്നാൽ കുട്ടീനെയും കൂട്ടിയിട്ട് ഒപ്പരം തന്നെ ഇങ്ങോട്ടേക്ക് വരാം. ബാക്കി റൂമെല്ലാം ഏകദേശം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിനി കുട്ടീനെയും കുട്ടി വന്ന് കുറച്ചും കൂടി കഴിഞ്ഞാലേ ഓള് വരുമെന്ന് തോന്നുന്നു. കുട്ടീനെ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ദേഷ്യം മേടിച്ചിട്ട്
നമ്മളെ വാവയെ അങ്ങനെ റൂമിലേക്ക് മാറ്റില്ല കേട്ടോ. ഇനി റൂമിലോട്ട് നോക്കാം. എനിക്ക് ഞാൻ എടുക്കണോ? ഇങ്ങനെ ഇത് അതന്നെ എടുത്തോളൂ. എന്തൊക്കെ ഓന് എടുത്തിട്ട് ശരിയാകുന്നില്ല പോലും കൊടുത്ത്. എടാ ഞാൻ എടുക്കണോ? എനിക്ക് പിന്നെ കുറേ കുട്ടികളെല്ലാം തട്ടിയിട്ടുള്ള ശീലമുള്ളതുകൊണ്ട് ഞാൻ എടുക്കണേ. ആ ഇതാരാ ഇതാരാ? കുഞ്ഞു വാവിയാ? ആര്യ ആര്യ വാവ ആര്യ? മഞ്ഞ വാവിയാ? അത് ആര്യ വാവാ? ഫുൾ ആള് കേട്ടോ തുറക്കുമ്പോൾ. ഇപ്പോൾ ഒന്നിന്ന് നമുക്ക് 5-ലെത്തണം. ഇനി ലിഫ്റ്റിന് ആദ്യം മേലെ പോയി താഴെ വരുന്ന അത് കഴിഞ്ഞില്ല. അവിടെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടീനൊന്ന് ആശുപത്രിയെല്ലാം കാണിക്കണ്ടേ? പ്രസവിച്ച ആശുപത്രി ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ട് മൊത്തത്തിലായിരുന്നു കണ്ടോട്ട്. മൊത്തത്തിൽ കണ്ടോ? അങ്ങനെ കുട്ടി നമ്മുടെ റൂമിലേക്ക് കയറ്റുകയാണ്. കേട്ടോ പോകുന്നുണ്ട്. ബെല്ലിച്ചനെ ഉതിർപ്പിച്ച് ബലൂൺ കാണിച്ചു കൊടുക്കും കുട്ടിക്ക്. ആ നിന്റെ നിന്റെ സ്ഥലത്തി ഇറങ്ങി. തണുപ്പ് പ്രശ്നമില്ലല്ലോ അല്ലേ? ഉള്ളിൽ തോണം. ഇതിൻ്റെ ഉള്ളിലേക്ക് അവിടെ കടത്തിച്ചോ അല്ലേ? നമ്മളെ ബേബി ഗേൾ പശ അത്ര പോരാ. ഇവൻ കണ്ടുപിടിച്ച പശയാണ്. ഞാൻ ഡബിൾ സൈഡ് മേടിക്കുന്നു. ഇത് സിബ് കുറച്ച് ഊരിട്ട് ദിവസത്തേക്ക് വെച്ചോ. കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കണ്ട. അപ്പോൾ അങ്ങനെ രശ്മി ഇതുവരെയായിട്ട് എത്തിയില്ല. കുറച്ച് കഴിയൂ. ഒരു വൈകുന്നേരം ആവും എന്തായാലും വരണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യലാണ്. ബാക്കി അവൾ വന്നതിന് ശേഷമുള്ള വീഡിയോ അതിന് ശേഷമുള്ള അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതിന് ശേഷം നമ്മൾ പറയാം. അപ്പോൾ സായിജേ ഒന്നും നിങ്ങളോട് ഒരു ഇങ്ങോട്ടോ ഇടീരി. അപ്പോൾ എല്ലാവരും അങ്ങനെ ഈ ഒരു സന്തോഷം നിങ്ങളെ ഇന്ന് തന്നെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ അതിൻ്റെ പേര് എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് കാണിക്കണമെങ്കിൽ. പിന്നെ വാവ വന്ന സന്തോഷം. കമൻറ്റ് നിങ്ങൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പല കമൻറ്റും ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളിത് പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഏതായാലും കുട്ടി വന്നാൽ അപ്പാട് തന്നെ മെസ്സേജ് അയക്കണേ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ കയറിയാൽ കാണാം. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് അപ്പോൾ അതെല്ലാം വഴിയെ കാണിച്ചു തരാം. കാവടി തുള്ളി പോയ ആൾ ഇപ്പോൾ വരും വന്നെങ്കിൽ ഇതുവരെ കുറച്ച് സമയം വന്നു വെച്ചാകുമ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്പോൾ ബെലിച്ചിനെ കാണാൻ കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ പെട്ടെന്ന് തന്നെ രേഷ്മിൻ്റെ വിശേഷവും കാര്യങ്ങളും നമ്മൾ എത്തിയില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അടുത്ത വീഡിയോയിൽ അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറയണം എല്ലാവരോടും.